നിരവധി കിടിലൻ സിനിമകളും ബോക്സ് ഓഫീസിൽ ഹിറ്റുകളും നിറഞ്ഞ ഒരു വർഷമായിരുന്നു 2024. ഇതിനിടയിൽ പല ചിത്രങ്ങളും പരാജയപ്പെട്ടു. വലുതും ചെറുതുമായ നിരവധി സിനിമകൾ ഈ വർഷം സ്ക്രീനിൽ എത്തിയെങ്കിലും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ചില സിനിമകളും ഉണ്ടായിരുന്നു. 2024ന്റെ അവസാനത്തോടടുക്കുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും ജനപ്രിയമായ ഇന്ത്യൻ സിനിമ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രശസ്ത സിനിമാ വെബ്സൈറ്റായ IMDb. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകൾ ഉൾപ്പെടുന്ന ആദ്യ 10 സിനിമകളുടെ ലിസ്റ്റാണ് IMDb കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇതിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമയും ഉണ്ടെന്നതാണ് പ്രത്യേകത. 97ാമത് അക്കാദമി അവാർഡിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട കിരൺ റാവുവിന്റെ ലാപത്ത ലേഡീസ്, സിംഗം അഗെയിൻ, കിൽ എന്നിവയാണ് ലിസ്റ്റിലെ അവസാന 3 ചിത്രങ്ങൾ. ബുൽബുലിയ 3 7ാം സ്ഥാനത്താണുള്ളത്. മലയാളത്തിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് ആണ് 6ാം സ്ഥാനത്തുള്ളത്. ഹൃതിക് റോഷന്റെ ഫൈറ്റർ, അജയ് ദേവ്ഗൺ, R മാധവൻ, ജ്യോതിക എന്നിവർ അഭിനയിച്ച ഷെയ്ത്താൻ എന്നിവ 5ഉം 4ഉം സ്ഥാനങ്ങളിലാണ്. വിജയ് സേതുപതിയുടെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രം കൂടിയാണ് മഹാരാജ. ലിസ്റ്റിലുള്ള ഒരേയൊരു തമിഴ് സിനിമ കൂടിയാണിത്. നിതിലൻ സ്വാമിനാഥൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിലെ അനുരാഗ് കശ്യപിന്റെ വില്ലൻ വേഷവും ഏറെ ശ്രദ്ധേയമായിരുന്നു. ബോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയ സിനിമയായ സ്ത്രീ 2 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്ത് കൽക്കി 2898 ADയുമാണുള്ളത്. നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഫാന്റസി മിത്തോളജിക്കൽ സിനിമയാണ് കൽക്കി 2898 AD. ഇന്ത്യൻ പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ഫിക്ഷനാണ് കൽക്കി 2898 AD. കാശി, കോംപ്ലക്സ്, ശമ്പാള എന്നീ 3 ലോകങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ 3101 മഹാഭാരതത്തിന്റെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ AD 2898 സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ചിത്രത്തിൽ ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നത്. രാജ്കുമാർ റാവു, ശ്രദ്ധ കപൂർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സ്ത്രീ 2 ബോക്സ് ഓഫീസിൽ നിന്നും 600 കോടിയോളമാണ് നേടിയത്. 2018-ൽ എത്തിയ ഹൊറർ ചിത്രം സ്ത്രീയുടെ തുടർച്ച കൂടിയാണ് ഈ ഒരു ചിത്രം. സിനിമയിലെ അക്ഷയ് കുമാറിന്റെ സ്പെഷ്യൽ അപ്പിയറൻസിന് മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു. അതേസമയം തെന്നിന്ത്യയിലൊട്ടാകെ തരംഗമായി മാറിയ സിനിമയാണ് ചിദംബരം സംവിധാനം ചെയ്ത 6ാം സ്ഥാനത്തെത്തിയ മഞ്ഞുമൽ ബോയ്സ്. 2024 ഫെബ്രുവരി 22-ന് റിലീസ് ചെയ്ത ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥയാണ്. 2006-ൽ എറണാകുളത്തെ മഞ്ഞുമൽ എന്ന പ്രദേശത്തു നിന്നും 11 യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകുന്നതും അതിലൊരാൾ ഗുണ കേസിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസവുമാണ് സിനിമയുടെ പ്രമേയം. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ സർവൈവൽ ത്രില്ലറുകളെല്ലാം കവച്ചുവെക്കുന്ന മേക്കിംഗ് ആണ് മഞ്ഞുമലിലൂടെ ചിദംബരം കാഴ്ചവെച്ചിരിക്കുന്നത്.